അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർഹബി ആ രാത്രി തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്, നമ്മൾ തെറ്റിദ്ധരിച്ചവരൊന്നും കുറ്റക്കാരല്ല. ഹോ, എന്തായാലും എന്തൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്, സിനാൻ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ. ഫർഹബി, നീ മിണ്ടരുത്. തൻ്റെ ഭർത്താവിൻ്റെ ശക്തമായ ആ ഒരു പ്രതിരോധം അതൊരിക്കലും അവൾ പ്രതീക്ഷിച്ചതേയില്ല. ഇക്ക, അതെ, നീ മിണ്ടരുതെന്നാ പറഞ്ഞത്. എന്തിക്ക, നിങ്ങളെന്താ ഇങ്ങനെ? എന്തിനാ നീ ആ സിനാൻ ഇത്രമാത്രം ഇങ്ങനെ നല്ലതാക്കി പറയുന്നത്? അല്ല, അപ്പോൾ ആ പെണ്ണ് ഉള്ള സംഭവങ്ങളെല്ലാം ഇവിടെ തുറന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക്? ആര് പറഞ്ഞു? എനിക്ക് ഒരു പെണ്ണിനെയും വിശ്വാസമില്ല. അവൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് നിനക്കെന്താ ഉറപ്പ്? അതെ, അവൾ ഏതാ മുതലെന്ന് നീ ഒന്ന് നോക്കണം. അതെ, സീനാൻ രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണാണ്, അങ്ങനെ പല രീതിയിലും പറഞ്ഞൊക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ പറയാ? സിനാനെ പറ്റി കുറ്റല്ലേ പറയാ? ഇവൾ അങ്ങനെയല്ലല്ലോ. അതൊക്കെ അടവാണെന്ന് ദയവായി അതിനെക്കുറിച്ച് മിണ്ടരുത്. എൻ്റെ പെങ്ങളൊരിക്കലും ഞാൻ അങ്ങോട്ട് വിടില്ല. അതിനെ അങ്ങോട്ട് വിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും വേണ്ടില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കണം, നീ കേൾക്കണം. എനിക്ക് അവൾ വരുന്നു അല്ലെങ്കിൽ അവൾ വിളിക്കുന്ന നമ്പർ തരുന്നു, എന്തൊക്കെയായിരുന്നു നിങ്ങളെ പ്ലാനിങ്? എന്താ നിങ്ങളുടെയൊക്കെ പ്ലാനിങ്? എന്താ പറ. ഉസ്താദിൻ്റെ ശബ്ദം അതാ ഉച്ചത്തിലാകുന്നു. അതെ, മെല്ലെ പറയും. അപ്പുറത്തെ റൂമിൽ ഓൾ കിടക്കുന്നുണ്ട്. ഓൾ കിടന്നോട്ടെ, എനിക്കൊന്ന് ഓൾ കേൾക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഫർഹബി, ആ ഒരു സിനാൻ എന്നുള്ള വാക്ക് ഇവിടെ നീ മിണ്ടിപ്പോരുത്. നിനക്കെന്താ ദീമൽ ഇത്ര വലിയത്? നിനക്കെന്തേ കിട്ടാണ്ടോ? കിട്ടാണ്ടേ പറയും. എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ചൂടാണത്? നല്ലൊരു കാര്യം പറഞ്ഞപ്പോൾ എന്ത് നല്ല കാര്യം? ആരെ ഞാൻ വിശ്വസിക്കുക? അവൻ്റെ സ്വന്തം ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അവൻ്റെ കൂടെ വിടരുത്, അവളെ ബാക്കി വെക്കൂല. അതിന് മേലെ എനിക്ക് ഒന്നുമില്ല. എനിക്ക് ആണുങ്ങളെ എനിക്കൊരിക്കലും പെണ്ണുങ്ങളെ വിശ്വാസമല്ല. ഇപ്പോൾ അവരുടെ ഉമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തൊക്കെ. എനിക്കൊന്നും വിശ്വാസമില്ല നിങ്ങൾ പറയണമെന്നും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. എൻ്റെ പെങ്ങളെ ഒരു വിധത്തിൽ ഞാൻ സിനാന് കൊടുക്കൂല എന്ന് മാത്രമല്ല, ആ വീട്ടിലേക്കും നോ പ്രോബ്ലം. അതിനെക്കുറിച്ച് പറയുകയേ വേണ്ട. തൻ്റെ ഭർത്താവ് അല്പം ചൂടിലാണ് എന്നുള്ള കാര്യം അതാ ഫർഹബിക്ക് മനസ്സിലാകുന്നു. ഫർഹബി പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. പ്രഷർ കൂടി നിൽക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കയ്യിലുള്ള ക്യാഷെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ അതിനും സമ്മതിച്ചില്ല. അതാണ് എനിക്ക് ദേഷ്യം വന്നത്. ഇതങ്ങ് കൊടുത്ത് ഒഴിവായി, മനുഷ്യൻ്റെ മേത്തുനിന്നിട്ട് ഒഴിവായി പോകണമല്ലോ. അല്ലാതെ ഇത് വെച്ചുകൊണ്ട് നിൽക്കണ അത്ര ശരിയല്ലല്ലോ. ഞാനിത് അവിടെ അങ്ങോട്ട് ഇട്ടിട്ട് പോന്നാൽ മതി. അവിടെ ഇട്ടിട്ട് പോന്നാലേ ആ തള്ള അങ്ങോട്ട് എടുക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതെ, വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കാനല്ല പറഞ്ഞത് അവള്, അല്ലാതെ അവിടെ കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും. നിങ്ങൾക്ക് അതിന് എന്തിൻ്റെ കേടാ? നിങ്ങളൊരു വലിയ ഉസ്താദാണ്, എന്തൊക്കെയാ പറയണത് അറിയില്ല. സ്വന്തം പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കല്ല. ആടി, അത്രക്കും ഓൻ കാട്ടിക്കൂട്ടിയിട്ട് ഓൻ്റെ കൂടെ ഞാൻ വിടാം. ഒന്ന് ഈ കാത്തിരിക്ക്. എന്താ നിങ്ങൾക്കൊക്കെ? ഓൾ ഇവിടെ നോട്ട്, ഓളെ ഞാൻ നോക്കിക്കൊണ്ട്. നിങ്ങൾക്ക് വല്ല ചിലവുണ്ടോ? എന്ത് കാര്യത്തിനാണ് ഈയും മറ്റേ ഷാഹിന എന്ന് പറഞ്ഞ ഓളൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ല മനുഷ്യ, ശരിക്കും അവൾക്ക് ദേഷ്യം വന്നിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങളുടെ ജീവിതമാണോ വേണ്ടത്? അവളിങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിർത്തുകയാണോ വേണ്ടത്? അതെ, ശബ്ദം കൂടുതൽ പൊന്തണ്ട, മനസ്സിലായല്ലോ? ഒരു പെണ്ണാണ് നീ. പെണ്ണുങ്ങൾക്ക് എന്താ ആവശ്യത്തിന് ശബ്ദം പൊന്തിക്കേണ്ടി വന്നാൽ പൊന്തിക്കേണ്ടി വരും. അല്ലാതെ ആണുങ്ങളെ പേടിച്ചിങ്ങനെ പൂച്ചക്കുട്ടികളെ പോലെ നിൽക്കാറൊന്നും ആവൂല. ഫർഹബി, നീ തൽക്കാലം മിണ്ടണ്ട, ഒന്നും പറയണ്ട. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, കൂടുതൽ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എന്നെക്കൊണ്ടൊന്നും നീ പറയിപ്പിക്കണ്ട. ഇക്ക, നിങ്ങളെ പെങ്ങളെ രക്ഷപ്പെടണം, അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ അയിമലൊന്നും ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്കറിയാം, പെണ്ണുങ്ങളല്ലേ, നിങ്ങളുടെയൊക്കെ ബുദ്ധി, നിങ്ങളുടെയൊക്കെ മനസ്സിലെന്തായിരിക്കും. ഫർഹബി, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഒഴിവാക്കി വിടണം, അതല്ലേ നിൻ്റെ പ്ലാനിങ്? നിനക്ക് ഈ വീട്ടിലങ്ങനെ ഒറ്റയ്ക്ക് കഴിയണം അല്ലേ? അതല്ലേ. ഇനിയിപ്പോൾ ഹസനത്ത് അവളുടെ കല്യാണം കഴിഞ്ഞ് പോകും, ഇവളും പോയി കിട്ടിയാൽ നിനക്ക് സ്വസ്ഥയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇക്ക, മനസ്സിൽ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല.
എനിക്ക് മുഹ്സിൻ എൻ്റെ അനിയത്തിയെ പോലെയാണ്. നിങ്ങൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ മനസ്സെന്ത് ഇങ്ങനെ? പാവൻ്റെ മുഹ്സി, ഒരിക്കൽ പോലും ഞാനങ്ങനെ കരുതിയിട്ടില്ല. ഓളി വീട്ടിലുണ്ടായാലും എന്താ, എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്. എൻ്റെ കുട്ടീനെ എടുക്കാനും വീട്ടിലത്തെ ജോലിക്ക് സഹായിക്കാനൊക്കെ ഓൾ ഉഷാറാണ്. ഒരിക്കലും ഓളിവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ള ചിന്തയിലല്ലേക്കാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയായിട്ടാണ് എൻ്റെ വേദന. ഞാനിപ്പോൾ എന്നെ നിങ്ങളെ കൂടെ ജീവിക്കാതെ എൻ്റെ വീട്ടിലും നിങ്ങളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതിൽ വേദന ഉണ്ടാവില്ലേ? എനിക്ക് അത് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലും എൻ്റെ വീട്ടുകാരനെ നിങ്ങളുമായി ഒരുമിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മതി കരഞ്ഞത്. അപ്പോഴൊക്കെ കരച്ചില മുന്നിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് നിങ്ങളാരും ഒന്നും സംസാരിക്കണ്ട. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അദ്ദേഹം പറയുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ അദ്ദേഹം പോയി. എന്നാൽ അന്ന് രാവിലെ മുഹ്സിനിയുടെ റൂമിൻ്റെ അരികിൽ അവൾ പോയി. മുഹ്സിയെ, മോളെ. ഇത്താത്ത. ശരിക്കും അവൾക്ക് മുഖത്ത് നോക്കാൻ മടിയുണ്ടായിരുന്നു. ഇത്താത്ത, എൻ്റെ പേരിൽ നിങ്ങൾ കച്ചറ കൂടണ്ട. പഠിച്ചോനെ, എല്ലാം ഓള് കേട്ടോ. മോളെ മുഹ്സിയെ, ഇത്താത്തക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണടി. എനിക്കറിയാത്താത്ത, എൻ്റെ ജീവിതം ഏതായാലും ഇങ്ങനെയായിപ്പോയി. നിങ്ങളെങ്കിലും ഇനി പിരിയാതെ നല്ല രീതിയിൽ ജീവിച്ചോളെ. എൻ്റെ പേരിൽ ആരും തർക്കം കൂടണ്ട. എനിക്ക് പടച്ചിറപ്പ് വിധിച്ചത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ ഇക്ക ഇനി അങ്ങനെ പറയണമെങ്കിൽ ഞാനതനുസരിക്കുകയാണ്. അല്ലാതൊരിക്കലും ഇക്കക്കെതിരായിട്ട് നിൽക്കുന്നില്ല. ശരിയാണ്, ഇക്കയുടെ പെങ്ങളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവണമെന്ന് ഇക്ക തീരുമാനിക്കും. ആയിക്കോട്ടെ, അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ തല താഴ്ത്താണ്. ഇനി എനിക്കൊന്നും പറയാനില്ല. ഒരിക്കലും എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ഇനി സിനാൻ എന്നുള്ള വർത്താനം ഞാൻ പറയുന്നില്ല. ഒരുമിപ്പിക്കാൻ ആരും സമ്മതിക്കില്ല. പിന്നെ ഇപ്പം എന്തിനാ വെറുതെ കരഞ്ഞ്? ഇത്താത്ത, ഞാൻ നാളെ മുതൽ എന്തെങ്കിലും ജോലിക്ക് പോവാണ്. അല്ലാതെ ഇവിടെ കണ്ണീരൊഴുക്കി നിന്നിട്ടൊരു കാര്യമില്ലല്ലോ. ജീവിക്കുക അതന്നെ. എന്നിട്ട് ഉമ്മാക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഹിദ്മത്ത് ചെയ്യുക, സഹായം ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ മോളെ മുഹ്സിയെ, നിങ്ങളുപ്പാക്ക ഒന്നും ഇഷ്ടപ്പെടൂ കേട്ടോ പുറത്തേക്ക് പോകണമെന്നും. എൻ്റെ പെമ്മക്കൾ പുറത്തേക്ക് പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ അത് ഏതൊരു ഉപ്പമാർക്കോ സഹിക്കോ? ഇത്ത അന്തസ്സോടു കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജോലി വേണമല്ലോ. ജോലിയില്ലാതെ ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നില്ല ഞാൻ. മോളെ, ഇക്കാക്കയോട് ദേഷ്യമുണ്ടോ? ഇത്ത ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കണം, അതാ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഇത്ത എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സിനാൻ്റെ ഭാര്യ ഞാൻ കടന്നു ചെന്നപ്പോൾ തന്നെ ഇത്ത എനിക്ക് വിഷമങ്ങളായിരുന്നു. ആ വീട്ടിലേക്ക് കാലുകുത്തി പിറ്റേ ദിവസം തന്നെ ഞാൻ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു. എന്നാൽ എന്തൊക്കെ തന്നെയായാലും സിനാൻ്റെ കൂടെ ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതൊന്നും ഉമ്മാക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴൊക്കെ സിനാനെ ഉമ്മ ചീത്തറായിരുന്നു. ഇത്ത കുറച്ച് ദിവസം മാത്രം സിനാൻ്റെ കൂടെ ജീവിച്ചു. അന്നൊക്കെ എനിക്ക് സിനാൻ ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞും തന്ന് സിനു ഗൾഫിലേക്ക് പോയി. എന്നാൽ 1.5-2 മാസമായപ്പോഴേക്കും അതെല്ലാം ഇല്ലാതെയാക്കി. വീണ്ടും വന്നു. പക്ഷേ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ടൂറ് പോലും ഒക്കെ ഉണ്ടായത്. ആകെ കുറച്ച് ദിവസം, ഒരാഴ്ച തികച്ചുണ്ടോ അറിയില്ല. ഇത്ത ഈ കാര്യത്തിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരിക്കലും സമ്മതിക്കൂല. എന്താ അറിയില്ല, ദുനിയാവിൽ ചില ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കൂല. അതിൽ പെട്ടതായിരിക്കും ഞാനും.
ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇപ്പോഴും ഇഷ്ടമാണ്. കാണാൻ കൊതിയാവുന്നുണ്ട്, പക്ഷെ സമ്മതിക്കില്ലല്ലോ. അന്നിവിടെ എത്തിയപ്പോൾ എല്ലാവരും കൂടി അടിച്ചോടിച്ചില്ലേ. ഇനിയൊരിക്കലും ആ അടി കിട്ടാൻ പാടില്ല. എൻ്റെ കാരണത്താൽ എൻ്റെ പേരും പറഞ്ഞ് ഇനി സിനുവിന് അടി കൊള്ളാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല ആരും അവനോട്. അതുകൊണ്ട് തന്നെ ഇത്താ, ഞാൻ പതുക്കെ പതുക്കെ സിനുവിനെ മറക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും ഇനി ആ പേര് പറയണ്ട. നിങ്ങളൊന്നും എനിക്ക് വേണ്ടി വാദിക്കണ്ട. ഞങ്ങൾ ഒരുമിച്ചാൽ തന്നെ ജീവിക്കാനൊന്നും സമ്മതിക്കൂല. സമാധാനമില്ലാത്ത ജീവിതം എന്തിനാ? സിനാൻ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ, നല്ലൊരു പെണ്ണിനേക്ക് കെട്ടി ജീവിക്കട്ടെ ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഷാഹിന ആയിക്കോട്ടെ, ഷാഹിനന് വേണമെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തൊക്കെ തന്നെയായാലും ഇത്രയും ദിവസം ഇങ്ങനെ ജീവിച്ചില്ലേ ഇത്താ. ഞാൻ ഒരു കാര്യത്തിയോട് പറയാം. എന്താ എന്താ മുഹ്സിൻ? എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളൊരിക്കലും പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട. ഇത്തിയും വാദിക്കണ്ട, ഷാഹിനെയും വാദിക്കണ്ട. എന്തിന്? അവർക്കില്ലാത്ത സ്നേഹം എന്തിനാ നിങ്ങൾക്ക്? ദയവായി എൻ്റെ പേര് പറഞ്ഞ് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. മുഹ്സി, ഈ എന്തീ പറയണത്? അന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ഒരിക്കലും നീ ഇവിടെ നിൽക്കണോണ്ടല്ല എനിക്ക്. നിനക്കിവിടെ നിൽക്കാം, നീ ഉണ്ടാവുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ എല്ലാത്തിലും. പക്ഷേ നിൻ്റെ ഭാവി ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു നൃത്തം നീ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കാലങ്ങൾ കൊണ്ട് ഒരു കുട്ടികളും മക്കളുണ്ടെങ്കിൽ ആളുണ്ടാവുള്ളൂ മോളെ. ഭർത്താവ് വേണം എപ്പോഴും താങ്ങായും തണലായും. ഭർത്താവുള്ള പെണ്ണിൻ്റെ ജീവിതവും ഭർത്താവ് ഇല്ലാത്ത പെണ്ണിൻ്റെ ജീവിതവും രണ്ടും രണ്ടാണ്. ഇത്ത, എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇനി വേണ്ട, ഇങ്ങനെ ഞാൻ ജീവിച്ചോളാം മോളെ. പിന്നെ നിനക്ക് ഇതല്ലെങ്കിൽ വേറെ ഭർത്താവിനെ നിൻ്റെ ഇക്ക കൊണ്ടുവന്ന് തരും. ഇത്ത, ദയവായി അതിനെക്കുറിച്ച് സംസാരിക്കരുത്. വിവാഹമെന്ന് ഒരു കാര്യം തന്നെ എനിക്ക് ആഗ്രഹമില്ല. ജീവിതത്തിൽ ഒരു വട്ടം വിവാഹിതയില്ലേ, അത് മതി. അത് തന്നെ എമ്പാടും ഒരുപാട് എത്ര മരിക്കോളം ആലോചിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ട് ആ കുറച്ച് കാലത്തെ ജീവിതത്തിൽ. ദയവായി ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് പറയരുത്. മുഹ്സിയെ, ഈ എനിക്കെൻ്റെ അനിയത്തിയാണ്. എൻ്റെ അനിയത്തിയാന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്കറിയാത്താ. ആയിക്കോട്ടെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒന്നെങ്കിൽ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വേണ്ട. എന്തിനാ ഇപ്പോൾ പഠിക്കാനൊക്കെ പോണത്? എന്തെങ്കിലും കഴിയണ ജോലിക്ക് പോവുക, ക്യാഷ് ഉണ്ടാക്കുക, അങ്ങനെ ജീവിക്കുക. അല്ലാതെ ഒരാളെ ആശ്രയിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യമില്ല. തൻ്റെ ആങ്ങളയുടെ കൂടെ കഴിയാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നേയില്ല. ഇത്ത, ഈ വീട് അതിലുള്ളത് ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ജോലി ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ നിന്നോളാം. മുഹ്സിയെ, ഈ പെണ്ണാണ് കേട്ടോ, അത് മറക്കണ്ട. ആയിക്കോട്ടെ, പെണ്ണാണ്, അതുകൊണ്ടല്ലേ എൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ. മോളെ, എൻ്റെ ഇക്ക ദേഷ്യം കൊണ്ട് പറയായിരിക്കും. എന്തൊക്കെ തന്നെയായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇത്ത, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങോട്ട് വിഷമിക്കല്ലേ ആരും. എനിക്കൊന്നുമില്ല, എനിക്കിപ്പോൾ എന്താ, ഞാനിങ്ങനെ ജീവിച്ച് ശീലമായി. നിങ്ങളിഞ്ഞൊന്നും ഇതിനെക്കുറിച്ച് പറയില്ല ഇത്ത. മുഹ്സിനയുടെ നാത്തൂൻ അടുക്കളയിലേക്ക് പോയി. എന്താ റബ്ബേ ചെയ്യുക, ഓള് തലേന്ന് മുഴുവൻ കേട്ടിക്കണ്. പിന്നെ എങ്ങനെ? അല്ലെങ്കിൽ ഈ മനുഷ്യനിങ്ങനെ ഉച്ചത്തിൽ പറയാൻ പാടുണ്ടായിരുന്നോ? പാവാ കുട്ടി, എന്തൊക്കെയോ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് പറയരുത് എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അതാ ഹസനത്ത് അങ്ങോട്ട് വരുന്നു. ഇത്താത്ത, എന്ത് പ്രശ്നം? ഒന്നുമില്ല മോളെ, എൻ്റെ താത്താനെ എങ്ങനെ രക്ഷിക്കാൻ നോക്കണ്. പക്ഷേ ഇത്താത്ത, അത് ഇത്താക്ക് ഇഷ്ടമാണ് ഹസ്ബൻഡിനെ, പക്ഷെ ആരും സമ്മതിക്കണില്ലല്ലോ. എന്തെങ്കിലും ചെയ്യാം? സാരില്ല, പഠിച്ചോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മളിനിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ ഷാഹിന എത്രയേ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ആങ്ങൾക്ക് മോളെ തീരെ അതിലൊന്നും വിശ്വാസമില്ല. എൻ്റെ ആങ്ങളെ പറഞ്ഞത് നിങ്ങളെ പെണ്ണുങ്ങളെ തന്നെ വിശ്വസിക്കാൻ വയ്യ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ മോളെ, ഞാൻ എന്താ ഇനി പറയാം, ആ കുട്ടി അത്ര പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കാക്കനോട് ചൂടാവും. ഇനി ഞാൻ അതിനില്ല മോളെ. എനിക്ക് നിങ്ങളൊക്കെ എൻ്റെ അനിയത്തിമാരെ പോലെ തന്നെയല്ലേ. എനിക്ക് നിങ്ങളൊക്കെ രക്ഷപ്പെടണമെന്നേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും കഷ്ടപ്പെടണമെന്നില്ല.
അപ്പം എൻ്റെ ആങ്ങളെ പറയണ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കാട്ടിക്കൂട്ടണം. ഞാൻ നോക്കിക്കൊണ്ടോലെ മോളെ, എന്നെയാണ് കുറ്റപ്പെടുത്തിയതിപ്പോൾ. ഞാൻ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞത് മുഴുവൻ ഇപ്പം എനിക്കെതിരായി. എന്നോടാണ് ഇപ്പോൾ ദേഷ്യം. ഇത്ത, നിങ്ങൾ കരയല്ലേ, സങ്കടപ്പെടല്ലേ. എന്താ മോളെ ചെയ്യുക? എനിക്ക് മുസ്സിൻ്റെ കാര്യം അലക്കുമ്പോൾ ബേജാറാണ്, ഇടങ്ങാറാണ്, സങ്കടമാണ്. കാരണം ഓലെ അത്ര ഇഷ്ടമല്ലേ. അപ്പോൾ സമ്മതിക്കണില്ലല്ലോ ഓലെ ജീവിക്കാൻ. എന്താ ചെയ്യുക? അവിടെ ഒരു റഷീദ് ഉമ്മയും ഇവിടെ നിങ്ങളെ ആങ്ങളെയും. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെ പറയുന്നു. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇനിയൊന്നും പറയണ്ട ഇക്കയെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അനിയത്തിക്ക്. മക്കളെ, എന്തേലും പഠിച്ച റബ്ബ് ഹയറായ തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ സിനാൻ എന്നുള്ള വാക്കുകൾ പറയായിക്കണില്ല. എനിക്കെന്താ സിനാനെ കുറിച്ച് ഇത്ര വലിയത്? എന്താ എനിക്ക് ഓനോടിത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത്? സിനാൻ എന്നുള്ള വാക്ക് ഇവിടെ ഉച്ചരിക്കരുത് എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, സിനാനല്ലേ വേറെ നല്ലിനെ കണ്ടുപിടിച്ചോട്ടെ. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, ഓൾക്കും വേണ്ട ഒരു ജീവിതം. ഇക്ക ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഇല്ല മോളെ, ഞാൻ പറയണില്ല. എനിക്കിപ്പോൾ എന്താ പറഞ്ഞിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ എനിക്ക് ആ കുട്ടിയുടെ കണ്ണുനീരിനൊരു വില ഉണ്ടാവില്ലേ? എത്ര കരയണത്! ആ ഒരു കണ്ണുനീര് കാണാനുള്ളൊരു ഇതെങ്കിലും ഉണ്ടാവില്ലേ? അത് മനുഷ്യനില്ലാഞ്ഞപ്പോൾ എന്ത് ചെയ്യണേ? നമ്മളെ കൊണ്ട് പറയാനല്ലേ കഴിയുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ. നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ, അവർ പറയുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ശരിക്കും അതാ ഫർഹബി കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുഹ്സിൻ അങ്ങോട്ട് വന്നു. എന്താ കരയുന്നത്? നിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് കരയുന്നത്. എന്ത് കാര്യം? ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ചൊന്നും. മോളെ മുഹ്സി, എനിക്ക് വല്ലാത്ത വേദന ഉണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. നിൻ്റെ മനസ്സ് ഞാൻ അറിയണുണ്ട്. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമം നീ കടിച്ച് പിടിച്ച് വെച്ചതാണ്. നിൻ്റെ പുറമേ കാണുന്നതല്ല നിൻ്റെ മനസ്സ്. അത് നിൻ്റെ മുഖത്ത് നോക്കിയാലറിയാം എത്രമാത്രം വേദന ഉണ്ട് നിൻ്റെ ജീവിതത്തിൽ. അത് എങ്ങനെയെങ്കിലും ശരിയായിട്ട് വിചാരിച്ചിട്ടാണ് മോളെ പറഞ്ഞത്. നിൻ്റെ ഇക്കാനോട് നീ പറയൂല. എന്നോട് ചൂടാകണം മോളെ. എനിക്കെന്താ അയിമത്ര വലിയ ലാഭം കിട്ടാൻ? ഓലിറക്കി വിട്ടിട്ട് എനിക്കെന്താ ഇവിടെ ഒന്നായിട്ട് അങ്ങനെ വരെ പറഞ്ഞു. മോളെ, മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പഠിച്ചോൻ കാണണ്ടല്ലോ. അവരുടെ നാത്തൂൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങളെപ്പോലത്തെ ഒരു നാത്തൂന് കിട്ടിയതന്നെ ഞങ്ങൾക്ക് വലിയ ഭാഗ്യം. ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണ് നിങ്ങളെ കാണുന്നത്. സത്യമായിട്ടും എല്ലാവർക്കും കിട്ടൂല ഈ ഒരു ഭാഗ്യം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, വാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നുണ്ട്. പടച്ച റബ്ബെല്ലാം കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ എന്നെക്കുറിച്ച്. ഇനി നിങ്ങളൊന്നും പറയണ്ടെന്ന്, കണ്ണീരൊഴുക്കണ്ട. എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ അങ്ങ് തീരും. അതിനിടക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കണം. അള്ളാഹുവിനോട് കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. ദുനിയാവ് കുറച്ച് കാലമല്ലേ ഉള്ളൂ. ഈ കുറച്ച് കാലം അങ്ങനെയാണ് ജീവിച്ചു പോവാം. പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു ജോലിയും അതിൻ്റെ കൂടെ. പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സിനു അഥവാ വരികയാണെങ്കിൽ പറയണം, മരിക്കോളം ഓളെ മനസ്സിൽ സിനു ഈ ആയിരുന്നെന്ന് വേറൊരാളും അതിനുള്ളിലേക്ക് കയറി കൂടിയിട്ടില്ലാന്ന് പറയണട്ടോ. അത് കേട്ട് അവളുടെ അനിയത്തിയും ഫർഹബിയും കരയുന്നു. എന്താ മുസ്സി നീ പറയുന്നത്? അങ്ങനൊന്നും പറയില്ലേ. ആർക്കും ഇഷ്ടമില്ല ജീവിക്കാൻ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ആർക്കും, എല്ലാവരും എതിരാണ്, സമ്മതിക്കൂല നല്ല ജീവിതത്തിന്. അതിനേക്കാളും നല്ലത്. അവൾ വിതുമ്പി കരഞ്ഞു. അവളുടെ നാത്തൂൻ ഫർഹബി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോള് വിഷമിക്കല്ലേ, എല്ലാം പഠിച്ചോൻ കാണുന്നുണ്ട്. നീ ദുആ ചെയ്യും പഠിച്ചവനോട്. നമുക്ക് അതേ വഴിയുള്ളൂ, അല്ലാതെ എന്തൊക്കെയെങ്കിലും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നീ ദുആ ചെയ്യും മോളെ. പ്രിയപ്പെട്ട നാത്തൂൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവൾ തേങ്ങിക്കരഞ്ഞു.
എന്താ ഞാൻ ചെയ്യുക? മറവി എൻ്റെ മനസ്സിലിങ്ങോട്ട് വരുന്നില്ലല്ലോ. ഒരുപാട് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയണില്ല താ. ഞാൻ എന്താ ചെയ്യുക? സാരല്ല മോളെ, നീ പഠിച്ചവനോട് ദ്വാ ചെയ്യേ. അപ്പോഴും അവളുടെ പ്രിയപ്പെട്ട നാത്തൂൻ ഫർഹബി മുഹ്സിനിയെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവരുടെ കോളിംഗ് ബെൽ അമർന്നത്. അല്ല, ആരാ? കണ്ണുനീർ തുടച്ച് ഫർഹബി അതാ പോയി നോക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സിനാൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജസീലായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.